തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് വലിയ തലവേദനയാകുന്നു എന്നുള്ളതാണ്. നേരത്തെ UDFുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കോൺഗ്രസിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. താരതമ്യേന ഒരു പക്ഷേ ഈ തവണ അത് ഒരു പരിധിവരെ കുറവാണ്. അത് ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു പരിഹരിച്ച് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് പല പഞ്ചായത്തുകളിലും കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പല ജില്ലയിലെ പല പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇപ്പോൾ ചർച്ച നടത്തി UDF ആയി മുന്നോട്ട് പോകാൻ ഇരിക്കുകയാണ്. പൊന്മുണ്ടം പോലുള്ള ചില ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ മാത്രമാണ് അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യത കാണുന്നത്. ഒരുപക്ഷെ പൊന്മുണ്ടം മാത്രമായിരിക്കും. മറ്റു പഞ്ചായത്തുകളൊക്കെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ മുസ്ലിം ലീഗിന് ഇത്തവണ തലവേദനയാകുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതാണ് എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വിഭാഗീയത ശക്തമാവുകയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ. കഴിഞ്ഞ ദിവസമാണ് എടയൂർ പഞ്ചായത്തിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയും അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത്. ഇന്നിപ്പോൾ വേങ്ങര പഞ്ചായത്തിലും സമാനമായ രീതിയിൽ മുസ്ലിം ലീഗിൽ തർക്കമുണ്ടായിരിക്കുന്നു. ഈ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വേങ്ങര പഞ്ചായത്തിലെ 20-ാം വാർഡ് ഉൾപ്പെടുന്ന കച്ചേരിപ്പടി ഭാഗത്തെ ഈ 20-ാം വാർഡിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ചർച്ച അലങ്കോലമാവുകയും അത് കൂട്ടത്തല്ലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അലസി ആ ചർച്ച ഒന്നുമാകാതെ പിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ രണ്ട് സ്ഥാനം, അതായത് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദുൽ ഖാദർ, അതായത് രണ്ട് അബ്ദുൽ ഖാദർമാരാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റായിട്ടുള്ള പറമ്പിൽ അബ്ദുൽ ഖാദറിനെയാണ് മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഇരുന്നത്. പക്ഷേ അവിടുത്തെ മറുവിഭാഗം, അതായത് ഈ വാർഡിൽ ഉൾപ്പെടുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരായ മറുവിഭാഗം അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മെമ്പർ, അതായത് ഇപ്പോൾ നിലവിലുള്ള മെമ്പറായ നേരത്തെ ഉണ്ടായിരുന്ന CP ഖാദർ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മറുവിഭാഗം പറയുകയും തങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളെങ്കിൽ അവരെ അംഗീകരിക്കണമെന്ന് പറയുകയും ചെയ്തതോടെയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് പിന്നീട് കയ്യാങ്കളിയിലും കൂട്ടത്തല്ലിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വേങ്ങര പഞ്ചായത്ത് നമുക്കറിയാം, വേങ്ങര ഒരു ഏറ്റവും മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയെന്നൊക്കെ പറയുന്ന ഒരു പഞ്ചായത്താണ്. ഒരുപക്ഷെ പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു പഞ്ചായത്താണ്. നിലവിൽ അവിടെ 23 വാർഡുകളാണുള്ളത്. ഇപ്പോൾ ഒരു വാർഡ് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാർഡ് കൂടി 24 ആയിട്ടുണ്ട്. പക്ഷേ നേരത്തെ 23 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ 14 വാർഡുകളിലും മുസ്ലിം ലീഗാണ് വിജയിച്ചിരുന്നത്. 4 വാർഡുകളിൽ കോൺഗ്രസ് വിജയിച്ചു. അങ്ങനെ 18 വാർഡുകളിൽ ആയിരുന്നു 3 വിമതർ ഉണ്ടായിരുന്നു. 3 വിമതരിൽ 2 പേർ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഒരു ലീഗ് വിമതനും അടക്കം 3 വിമതരുണ്ടായിരുന്നു. ഒരു വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു LDFിൻ്റെ. അങ്ങനെയാണ് അവിടുത്തെ കക്ഷി നിലയുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള വലിയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ് വേങ്ങര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ വിമതർ, അതായത് കോൺഗ്രസിന്റെ 2 വിമതരും ലീഗിന്റെ ഒരു വിമതനും ഉണ്ടായിരുന്നു. അവർ സ്വാഭാവികമായിട്ടും UDFിനൊപ്പം തന്നെയാണ് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു പഞ്ചായത്താണ്, പ്രതിപക്ഷം ഒന്നുമില്ലാത്തൊരു പഞ്ചായത്താണ് എന്നുള്ളത് കൂടി പറയേണ്ടത്. അത്തരത്തിലുള്ള ഒരു വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർഡിൽ 20-ാം വാർഡിൽ വിമതർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രമ്യമായ ഒരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പൊതുവെ പാർട്ടിയിൽ നിന്നുയരുന്നത്. ഇപ്പോൾ മറുവിഭാഗം, അതായത് ഈ നേരത്തെ വാർഡ് മെമ്പർ ആയിരുന്ന ആൾ CP ഖാദർ മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന വിഭാഗം ഇപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തങ്ങൾക്ക് CP ഖാദറിനെ തന്നെ മതി എന്നുള്ളൊരു ആവശ്യമാണ് ഈ വിഭാഗം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ കാണാൻ ഒരുങ്ങുകയാണ് ഈ വിഭാഗം. ഏതായാലും
മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ വാർത്തയാകുന്നത്. അതിനപ്പുറത്തേക്ക് വിവിധ പഞ്ചായത്തുകളിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചില പാർട്ടി നേതൃത്വത്തിലെ ചില വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കാതെ ചിലരെ മാത്രം കെട്ടിയിറക്കുന്ന സമീപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ഉൾപ്പെടെ ലഭിക്കുന്നത് മാത്രമാണ് വാർത്തകളാവുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് പാർട്ടി മുസ്ലിം ലീഗ് ഒരു കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തക്കതായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പാർട്ടി നേതൃത്വം അറിയിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് പബ്ലിക് ആകുന്ന രീതിയിലേക്ക് വരാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി നൽകുന്നത്.